രാവണപ്രഭുവിൽ ഡബിൾ റോളൊക്കെ നന്നായി ചെയ്തിട്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട് സാർ. എൻ്റെ അടുത്താണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? കല്യാണം കഴിയാത്ത എന്നെ നോക്കിയിട്ട് ഫാമിലി ലൈഫ് എങ്ങനെയാണ് എന്താ ഉദ്ദേശിച്ച്? ഞാൻ എന്നും പറയുന്നത് ഞാൻ ഈ ഫാമിലി ജനിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ക്യാമറ ഇല്ലാത്ത ഒരാൾ, ക്യാമറ ഇതുവരെ വാങ്ങാത്ത ഒരാൾ എങ്ങനെ ക്യാമറമാനായി ചോദിച്ചാൽ അതിന് ഉത്തരം ഞാനാണ്. കഥ പറയുമ്പോൾ കണ്ടിട്ടുണ്ടോ സിനിമ? അല്ലെങ്കിൽ ശ്രീനേട്ടൻ്റെ വീടുണ്ട്, മേനയും ശ്രീനേട്ടനും ഒക്കെയുള്ള ആ വീട് ആക്ച്വലി അവരുടെ തൊഴുത്ത് കം ഗോഡൗൺ ആണ്. പ്രൊഡ്യൂസർ ലാലുഹന്ന് എൻ്റെ അടുത്തൊരു ക്യാമറ എന്നിട്ട് പറഞ്ഞു കുറച്ച് സ്റ്റിൽസ് എടുക്കുക സുഖം. ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റിൽ എടുക്കാൻ അറിയില്ലെന്നാണ്. ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി സാറ്, ഈ ഒരു സൂപ്പർ സ്റ്റാർസും ആയിട്ടുള്ള ഒരു സാറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ്? ഞാൻ അവരുടെ കൊളീഗ്സോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൊളീഗ്സോ ആണ്. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പരദൂഷണം പറയാൻ ഞാൻ റെഡിയല്ല. ഞാൻ കണ്ട ഒരു വളരെ നല്ല വ്യക്തി കൂടിയാണ് ദിലീപ്. ഇത്രയും ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന അതിന് പല ഇൻസ്റ്റൻസും ഉണ്ട്. അതൊരു വലിയൊരു കുറ്റമാണോ സർ കല്യാണം കഴിക്കാത്തത്? എനിക്കറിയാം, നിങ്ങൾ പറയണം. എനിക്ക് കുറ്റമായി തോന്നിയാൽ ഞാൻ ഒരു കുറ്റവാളിയെ പോലെ ജീവിക്കില്ലേ? അത് ഞാൻ ചെയ്യുന്നില്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് പ്രശസ്ത ഫിലിം മേക്കർ ആയിട്ടുള്ള പി സുകുമാർ സാറാണ്. നമസ്കാരം സർ. സർ, ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ്. രാവണപ്രഭു റിലീസ് ചെയ്തേക്കാണ്, വളരെയധികം സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് സാറിന് ഫീൽ ചെയ്യുന്നത്? അല്ല, നമ്മൾ വർക്ക് ചെയ്ത ഒരു സിനിമ അത് 10 തവണ റിലീസ് ചെയ്താലും 10 തവണയും സക്സസ്ഫുൾ ആണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റിലീസ് ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് ഇത്ര എൻജോയ് ചെയ്ത് നല്ല അപ്രീസിയേഷൻ വരുന്നുണ്ട്. ഇൻഫാക്റ്റ് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു സീനിയർ ക്യാമറാമാൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് ഇച്ചിരി മാറ്റപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷെ ഇതെനിക്ക് വീണ്ടും ഒരു ഭയങ്കര അപ്രിസിയേഷൻ കുറേ യങ്സ്റ്റേഴ്സും ഒക്കെ എന്നെ അറിയിക്കുകയും പല മീഡിയാസിലൂടെയും എന്നെ അപ്രിസിയേഷൻ വരുന്നു. അതുകൊണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു പ്രോജക്റ്റ് അല്ലേ, നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോജക്റ്റില്ല. ആ പ്രോജക്റ്റിന് കിട്ടിയ അതിലെല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസകളും എൻ്റെ അഭിനന്ദനങ്ങളും. റിലീസ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ലാലേട്ടൻ്റെ പടങ്ങളാണ് ഇപ്പം റിലീസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും വന്നിട്ടുള്ളതും. അതൊക്കെ വളരെയധികം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാറ് തിയേറ്ററിലേക്ക് റീൽസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ വന്ന പടങ്ങളിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പം റിലീസാകുന്ന പടങ്ങളെക്കാളും കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ജനങ്ങൾ പഴയ പടങ്ങളെ തിയേറ്റർ ഒരു പൂരപ്പറമ്പ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത്. സാർ അത് കണ്ടായിരുന്നോ? അത് കണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കണ്ടിരുന്നു. ആൾക്കാർ എൻജോയ് ചെയ്യുന്നതും പാട്ടിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നതും സ്ക്രീനിൻ്റെ അടുത്തൊക്കെ കയറി ഡാൻസ് ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു സൈക്കോളജി ഒന്നും എനിക്കറിയില്ല. അത് അതിൻ്റെ നെസസിറ്റിയും ഒന്നും എനിക്കറിയില്ല. കാരണം അതിനെക്കുറിച്ച് നിർവചിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം ഇപ്പോൾ രാവണപ്രഭുവിനെ എടുക്കുക, അന്നെടുത്ത ആ കോസ്റ്റിൽ നമുക്ക് അന്നും സക്സസ്ഫുൾ ആയിരുന്നു. എങ്കിലും വീണ്ടും ഒരു റവന്യൂ വരുന്നത് നല്ല കാര്യം. മാത്രമല്ല ഇങ്ങനെ റിലീസിലൂടെ ആണെങ്കിലും ആൾക്കാർ വീണ്ടും കുറേ ആൾക്കാരെ വീണ്ടും അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ള സാധനം, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ റവന്യൂ ജനറേറ്റിംഗ് ആണ്. സിനിമയ്ക്ക് നല്ലതാണ്. സിനിമ ഹാളിലേക്ക് ആൾക്കാർ വരുന്നു. കാരണം അവർ സാധാരണ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ OTTയിലൊക്കെ കണ്ട പടങ്ങൾ തിയേറ്ററിൽ വന്ന് കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള സാധനം ഒരു നല്ല ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വെൽക്കം ചെയ്യാവുന്ന ഒരു സാധനമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ പടങ്ങളിലാണ് ഈ ഒരു പാറ്റേൺ കണ്ടുവരുന്നത്. അതായത് പുതിയ പടങ്ങൾ ഹിറ്റാകുന്ന ഒത്തിരി പുതിയ പടങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതെല്ലാം വൺ ടൈം വാച്ചബിൾ ആണ് എന്നുള്ളൊരു കാറ്റഗറിയിലോട്ടാണ് ആൾക്കാരുടെ ഒരു റെസ്പോൺസ് വഴി ഞാൻ പറയുന്നതാണ്. പക്ഷെ പഴയ പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി വട്ടം TV-യിൽ കണ്ട പടങ്ങളാണ്, യൂട്യൂബിൽ കണ്ട പടങ്ങളാണ്. പക്ഷെ അതേ പടങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു സ്വീകാര്യത ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ പടങ്ങൾ ഇപ്പം ഇറങ്ങുന്നില്ല എന്നല്ലേ അതിനൊരു അർത്ഥം പറയണ്ടേ? അങ്ങനെയല്ല. അത് ഞാൻ കാണുന്നത് വേറൊരു ടേക്കാണ്. അത് ഞാൻ ശരിയാവും തെറ്റാവും. പക്ഷേ ഇപ്പോൾ ഈ തിയേറ്ററിൽ കാണിക്കുന്ന ആഘോഷിക്കുന്ന മാക്സിമം ആൾക്കാർ ക്രൗഡ് എന്നെ വിളിച്ച് പറഞ്ഞാൽ മിക്കവരും പറയാൻ കാരണം അവർ കണ്ടിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ OTTയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീഡിയാസിലാണ് കണ്ടിരിക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് അവർ അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ രാവണപ്രഭുവിനെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. എന്നെ വിളിച്ചാൽ എല്ലാവരും പറഞ്ഞു, മിക്ക ചെറുപ്പക്കാരും പറഞ്ഞ് ഞങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ട്, മൊബൈലിൽ കണ്ടിട്ടുണ്ട്, മറ്റേതിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് അവർക്ക് ഞാനൊരു ക്യാമറാമാനായി തോന്നിയത്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതൊക്കെ ഒരു മേജർ റീസൺ ആവാം. കാരണം ഈ കണ്ട് അന്ന് ഇതിൽ ആസ്വദിച്ച ആൾക്കാർ, നമ്മൾ തമിഴ്നാട്ടിനെ കുറിച്ചൊക്കെ ആദ്യം പറയായിരുന്നു. തമിഴ്നാട്ടിൽ ഈ ഇതിൽ പൈറസി വന്നാൽ പൈറസി ഹിറ്റാണെങ്കിലും മൂവീസ് ഹിറ്റും ആവുമായിരുന്നു. കാരണം ഇതിൽ മൊബൈലിൽ കാണുന്ന അല്ലെങ്കിൽ ലാപ്പിലോ ഏതിലെങ്കിലും ഗാഡ്ജറ്റിൽ കാണുന്ന ആൾക്കാർ മുഴുവൻ തിയേറ്ററിൽ പോയി കാണും. ആ തിയേറ്റർ എക്സ്പീരിയൻസ് അവർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്.
തമിഴ്നാട്ടില് ഇപ്പൊ അങ്ങനെ മാറിയിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ആൾക്കാർ ശീലമാവുന്നല്ലോ പലതും. ഒരു ടൈമിൽ അങ്ങനെ അതുണ്ടായിരുന്നു. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഇതിനൊന്നും ഒരു അതോറിറ്റി അല്ല. ഞാൻ എൻ്റെ ആശയങ്ങളും എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് ഞാൻ പറയുന്നു. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴേക്കും അതായിരിക്കാം ഇവർക്കുള്ള മേജർ അട്രാക്ഷൻ. തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ്, മൂവി ഹാളിനകത്ത് പോയിട്ട് നമ്മൾ ആ ഓഡിയോവും ആ പിക്ചറിൻ്റെ കാര്യം. പിന്നെ അത് പെട്ടെന്ന് എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ഇപ്പം സിനിമ ക്യാമറ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ആ ഇമേജസ് നമ്മൾ കാണുന്നത് വളരെ ചെറുതാണ്. എസ്പെഷ്യലി നേരത്തെ ഫിലിം ക്യാമറ എന്ന് പറയുമ്പോൾ IPS കാണുന്ന ആ ഒരു സാധനം. പക്ഷേ നമ്മളത് ചെയ്യുന്നത് ഇത്ര വലിയൊരു സ്ക്രീനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ചാലഞ്ചായിരുന്നു അന്നത്തെ എല്ലാ സിനിമകളും. ഇപ്പോഴും ചാലഞ്ച് തന്നെയാണ്, കാരണം ഇപ്പോഴും ചെറിയ സ്ക്രീനിൽ കണ്ടത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു നല്ല കാര്യമാണ്. അതേപോലെ എനിക്ക് തോന്നിയത് ഈ ആൾക്കാർ ഇപ്പം പണ്ടത്തേനേക്കാളും ഇപ്പോൾ ഒരു മൂവി കാണുമ്പോൾ അതിൽ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് എന്നുള്ളതിനേക്കാളും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ വരെ ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. പഴയ കാലത്ത് എനിക്കറിയില്ല സാർ എത്രത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾ കൂടുതലും അതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തായിട്ട് ഈ പറയുന്ന പോലെ ഡയറക്ടറിനെ നോട്ടീസ് ചെയ്യുന്നില്ലെന്നല്ല, എന്നാലും ഞാൻ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ ആവട്ടെ, സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, ഡയറക്ടർ, എന്തിനു പറയുന്നു മ്യൂസീഷ്യൻസ്, ആ സിംഗേഴ്സ് അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ വരെ പേരെടുത്ത ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ടാണ് മാറിയിട്ടുള്ളത്. സോ ആ ഒരു ചേഞ്ചിനെ പറ്റിയിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എവല്യൂഷനാണ്. കാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്ത തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ആൾക്കാരെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? മാഗസിൻസ് അല്ലെങ്കിൽ അത്യാവശ്യം TV കുറച്ച് പോപ്പുലറായ ചാനൽസ് പോപ്പുലറായപ്പോൾ ചാനൽസിലൂടെ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങി. പക്ഷെ ഇന്ന് അതല്ല. ഇത് നിങ്ങൾ ഫിംഗർ ടിപ്പിൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനാണ് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ റിപ്പീറ്റഡ്ലി കാണുമ്പോൾ നാച്ചുറലി നമ്മുടെ മനസ്സിൽ അത് എന്താ പറയുക എംബെഡഡ് ആവും. നമുക്ക് അത് ഓർക്കാൻ പറ്റും, ഇന്നയാളാണ് ഇന്നയാളൊക്കെ. മാത്രമല്ല അത് ജനറേറ്റ് ചെയ്യും ഇൻട്രസ്റ്റ്. നമുക്ക് പലതും ചെക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നാച്ചുറലി ഇൻക്യൂസിറ്റി ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് ഓൾമോസ്റ്റ്. എനിക്ക് തോന്നുന്നു ആ മൊബൈലിൽ കാണുന്ന വിഷ്വൽസ് ഫോട്ടോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആൾക്കാർക്ക്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ മൊബൈലിലുള്ള ഫോട്ടോ എടുക്കുന്ന എല്ലാവരും. അപ്പോൾ അവർക്ക് കമ്പയർ ചെയ്യാനും ഉള്ള ഒരു സാധനമാണ് മൂവീസ്. അപ്പോൾ അതുകൊണ്ട് അതാരാ ചെയ്ത് ചോദിക്കും. ഞാൻ ഇത്ര നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇതാരുടെ ഇങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നു ചോദിക്കാനാണെങ്കിൽ അയാളുടെ പേര് മനസ്സിലാക്കും. എന്നെയൊക്കെ കുറേ ആൾക്കാർ ചീത്ത വിളിച്ചിട്ടുണ്ടാവും കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ടെക്നോളജിയുടെയും നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൻ്റെയൊക്കെ മാറ്റങ്ങൾ ഇതിൽ നാച്ചുറലി സിനിമയിൽ പ്രതിഫലിക്കും. അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അല്ലാതെ ഒരു 80-100 വർഷം മുമ്പ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നേക്കാൾ ഇൻഫർമേഷൻ പബ്ലിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറയണം. അപ്പോൾ ഇപ്പോൾ കൂടുതലായി കിട്ടുന്നുണ്ട് അല്ലേ? ഓഫ് കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ വരും. ഇപ്പോൾ സിംഗേഴ്സ് ആയാലും നേരത്തെ അറിയാവുന്ന എത്ര സിംഗേഴ്സ് ഉണ്ട്, പിന്നെ എല്ലാ മ്യൂസിഷ്യൻസ് ആയാലും എത്ര മ്യൂസിഷ്യൻസ് ഇപ്പോൾ പോപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണേണ്ടത്. ഇനി രാവണപ്രഭുവിലേക്ക് വരുമ്പോഴേക്കും അതിൽ ലാലേട്ടൻ്റെ ഒരു ഡ്യുവൽ റോളാണ്. സോ അതിന് മുന്നേയും ഡ്യുവൽ റോൾസ് വന്നിട്ടുണ്ട്, ഒത്തിരി പടങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടെക്നോളജി മാറിയ സമയത്തുള്ളൊരു പടവും കൂടെയാണ്. അപ്പോൾ അതിൽ എന്തുമാത്രം ചാലഞ്ച് ഉണ്ടായിരുന്നു? അതേപോലെ അതിൽ 4th wall breaking എന്ന് പറഞ്ഞിട്ടൊരു ഷോട്ട് ഉണ്ട്. അതും വേറെ പടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ കുറച്ചും കൂടെ ലാലേട്ടൻ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന പോലുള്ള ഷോട്ട്സ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഡ്യുവൽ റോളൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോൾ നേരത്തെ അതാ പറയുന്നത്, നിങ്ങൾക്ക് ആ സിനിമയെക്കുറിച്ച് അറിയ പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ ഞാൻ ഒരു ഷോട്ട് ഞാൻ പറയാം. ഒരാൾ മിററിൻ്റെ മുന്നിലിരിക്കുന്നു. മിറർ ഒരു 3 പീസായിട്ടുള്ള മിററാണ്. അപ്പോൾ 3 റിഫ്ലക്ഷനും ഈ ഒറിജിനൽ ക്യാരക്ടറും ഉണ്ട് ഫ്രെയിമിൽ. അതിൻ്റെ പുറകിലായിട്ട് ഒരാൾ വന്ന് നിൽക്കും, ഒരു ഒറ്റ മനുഷ്യൻ. പക്ഷെ ആ മിററിലോ അയാളുടെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഈ ഗ്രാഫിക്സ് ഒക്കെ വരുന്നതിന് മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് വേറെ നമ്മൾ പല മെത്തേഡ്സും ചെയ്ത് അതിൽ കുറേ എക്സ്പേർട്സ് ആയിട്ടുള്ള DOPs ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രോസസ്സിൽ ഈ പറഞ്ഞ മാതിരി ലേണിംഗ് പ്രോസസ്സിൻ്റെയും എഡ്യൂക്കേഷൻ്റെ പ്രോസസ്സുമായിട്ട് നമ്മൾ മനസ്സിലാവും. രാവണപ്രഭുവിലെ മെച്ചം എന്ന് വെച്ചാൽ അതിൻ്റെ കൺസൾട്ടൻറ്റ് കമലക്കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ബാഹുബലിയിലൊക്കെ അയാൾ കൺസൾട്ടൻ്റ് ആയിരുന്നു VFXൻ്റെ. അപ്പോൾ
പുള്ളിയായിട്ട് ഞാൻ സിനിമാറ്റോഗ്രാഫർ എന്ന നിലയ്ക്ക് നല്ല റാപ്പോ. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരുവിധം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് രാവണപ്രഭുവിൽ. നല്ല അല്ലേ? രാവണപ്രഭുവിൽ ഡബിൾ റോളൊക്കെ നന്നായി ചെയ്തിട്ടില്ലേ? അല്ല, നിങ്ങളല്ലേ അൾട്ടിമേറ്റ്ലി നിങ്ങളല്ലേ പറയേണ്ടത്. അപ്പൊ നന്നായിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി സാർ ആ ചോദ്യം എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേനും. നിങ്ങൾ സിനിമ അടിപൊളിയാണ്, അതുകൊണ്ടല്ലേ ഇപ്പോഴും എഗെയിൻ വന്നത്. അല്ല, അപ്പൊ അതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏതോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഇടയ്ക്ക് എപ്പോഴോ ദുർബല നിമിഷത്തിൽ ഒരു സയന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര മടിയനാണ്, ഉഴപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇതിന് കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റിയും നമുക്ക് ഡെഡിക്കേഷനും കുറച്ച് കൂടുതൽ വേണം. ഡെഡിക്കേഷൻ ഒരു പരിധി വരെ ഉണ്ടാകും, പക്ഷെ മടി ഭയങ്കര, അതുകൊണ്ട് ഞാൻ വേണ്ട വെച്ചാൽ. അപ്പോൾ ആ സയൻസ് എന്നുള്ള സാധനം എന്നെ ആ സമയത്ത് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലേണിംഗ് പ്രോസസ്സിൽ ഇത് മനസ്സിലാക്കാൻ എനിക്ക് കുറേ കൂടെ ഈസിയറായിട്ട് പറ്റിയിരുന്നു എനിക്ക്. അത് എൻ്റെ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്ന മുഴുവൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അതിൽ ആ സിനിമയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിൽ 2-3 നമ്മൾ ആക്ച്വലി ഗ്രാഫിക്സ് ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ആ ടെക്നിക്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്കും 2 ദിവസം എൻ്റെ ഇൻ്റർവ്യൂ തന്നെ വേണ്ടി വരും നിങ്ങൾക്ക്. അതുകൊണ്ട് അതുകൂടെ പ്രതിപാദിക്കണം വേണ്ടല്ലോ. സാർ അങ്ങനെ ദേഷ്യം വരുന്ന ഒരാളായിരുന്നു ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ? ക്യാമറയുടെ കൂടെ നിൽക്കുമ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലല്ല, ക്യാമറയുടെ ഫ്രണ്ടിലാണ് ബാക്കില് സൈഡിലൊക്കെ നിൽക്കും. ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പറയും. അത് നല്ലല്ലേ? അപ്പോൾ ഞാൻ എല്ലാവരോടും ചൂടാവില്ല, ഞാൻ ഇമ്മീഡിയറ്റ് അപ്പം തന്നെ കൂളാവും. അപ്പോൾ അങ്ങനെയല്ല, എന്നാലും ദേഷ്യപ്പെടുമായിരുന്നു. സാറ് വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, സാറ് ആദ്യം ഡയറക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് ഒത്തിരി അടുത്ത് സാർ പറഞ്ഞാണ്, ബ്രദർ പറഞ്ഞതുകൊണ്ടാണ് സിനിമാറ്റോഗ്രഫി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചേഞ്ച് സാറിന്, അതായത് ഡയറക്ഷൻ ഉദ്ദേശിച്ചിട്ട് സാർ സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫിയിലാണ്, അത് ബ്രദർ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടായിരുന്നോ? മീൻസ് ഡയറക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നതിൽ? എനിക്ക് ഒരു ലക്ക് കിട്ടിയത് എൻ്റെ ഈ ബ്രദേഴ്സൊക്കെ മൂവീസിനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ഫിലിം മേക്കിങ്ങിൻ്റെ പ്രോസസ്സുമായിട്ട് ഞാൻ സ്കൂളിങ് ചെന്നൈയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ വെക്കേഷൻസ് ഒക്കെ ചെന്നൈയിലായിരുന്നു. ചേട്ടന്മാരൊക്കെ ജ്യേഷ്ഠന്മാർ അവിടെ ആയതുകൊണ്ട് അങ്ങനെ പോയിരുന്നു. അപ്പം ഇതിൻ്റെ പ്രോസസ്സൊക്കെ എനിക്കിഷ്ടമായിരുന്നു, എല്ലാ പ്രോസസ്സും. എഡിറ്റിംഗ് ഇപ്പോൾ ചന്ദ്രേട്ടൻ, എൻ്റെ എൽഡർ ബ്രദർ ചന്ദ്രേട്ടനാണ് എന്നോട് പറഞ്ഞത്, ഫോട്ടോഗ്രാഫി ചെയ്താൽ ഡയറക്ഷൻ ഇവൻച്വലി വന്നു. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന ഡയറക്ടറുമായിട്ടാണ്. ഓക്കെ, അവർ കൂടെ നിന്നിട്ട് അവരുടെ മനസ്സ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട്. ഇപ്പം ഞാൻ ഡയറക്ടർ മിസ്റ്റർ കമലിനോട് പറഞ്ഞ ഞാൻ പറഞ്ഞ റാപ്പോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചിന്തിക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ടാണല്ലോ ഞാൻ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെ 19 വരെ പടം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിന് എളുപ്പമാണ്. അങ്ങനെ ചെയ്യണം. നമ്മൾ എഡിറ്റിംഗ് നിർബന്ധമായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ തവണയും എഡിറ്റിന് മുമ്പ് പോവും. ഞാൻ മ്യൂസിക് മിക്സിങ്ങിലും ഇതിലൊക്കെ പോവും ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമാറ്റോഗ്രാഫറായി ഡയറക്ഷനായിരുന്നു ആദ്യം. അതുകൊണ്ട് ഒരു സിനിമ ചെയ്തു, സൊലേ എന്നൊരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-15 വർഷമായി. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താ അതിനുശേഷം സിനിമ. അതിനുശേഷം ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, സിനിമാറ്റോഗ്രാഫി ചെയ്തു, ഇടയ്ക്ക് ഒരു നിലയ്ക്ക് അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ സിനിമയിലുണ്ട് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം സിനിമയിൽ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സാധനമൊന്നുമില്ല. ലൈവായിട്ട് നിൽക്കുക സിനിമയിൽ, അത്രേ ഉള്ളൂ. അതേപോലെ ചന്ദ്രകുമാർ സാറ് മധു സാറുമായിട്ട് ഒത്തിരി മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫാമിലി പരമായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു സൗഹൃദം സാറുമായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മധു സാറുമായിട്ടുള്ളൊരു ഓർമ്മ ഒന്ന് ഷെയർ ചെയ്യാവോ? മധു സാറുമായിട്ട് ഞാൻ ആക്ച്വലി ഒരു ആക്ടർ അല്ലെങ്കിൽ കോവർക്കർ എന്ന നിലയ്ക്ക് അതിൽ കൂടുതൽ എനിക്ക് ഫാമിലി ആയിട്ടാണ്, ഫാമിലി ടൈപ്പ് എന്ന് പറയില്ല, അതുമായിട്ടുള്ള. കാരണം ചന്ദ്രേട്ടൻ്റെ ബേസിലാണ് ഞാൻ കാണുന്നത്. സാർ ചെറുപ്പം തൊട്ട് സ്കൂളിലൊക്കെ വരും. സാറെ ഫാദർ ചെന്നൈയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ ഞാനും എൻ്റെ വേറൊരു ബ്രദർ വിജയകുമാർ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരായിരുന്നു അദ്ദേഹത്തിന് കംപ്ലീറ്റ് ഇത് ചെയ്യുന്നതാണ്, എല്ലാ ആവശ്യങ്ങളും ഇത് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ പേഴ്സണലായിട്ടൊരു സാധനം വേണം. അല്ലാതെ അതിന് സിനിമാപരമായിട്ട് ഓഫ് കോഴ്സ്
ഈസ് എ ഗ്രേറ്റ് മാൻ. അതുകൊണ്ട് നല്ലൊരു ഭയങ്കര ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്രീഷിയേറ്റ് നമുക്ക് എല്ലാ റെസ്പെക്റ്റുമുള്ള സ്നേഹമുള്ള. ഇപ്പോൾ ഈ 92nd ബർത്ത്ഡേ ഇപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ സീയിങ് ഹിം അല്ല ലിസണിങ്. അപ്പോൾ അതൊരു നല്ല കാര്യം. അത് അല്ലാതെ ചേട്ടൻ്റെ ലൈഫിൽ ഒരു മേജർ ഇൻഫ്ലുവൻസ് ആയിരുന്നു മുഹമ്മദ് സാർ. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും ഭംഗിയായിട്ട് നടന്നു പോകുന്നുള്ള കാര്യം. ഇൻഫാക്ട് എൻ്റെ സിസ്റ്റേഴ്സും അമ്മയും ഇങ്ങനെ പറഞ്ഞു, ഈ അടുത്ത് പറഞ്ഞു മുഹമ്മദ് സാറെ കണ്ടിട്ട് കുറേ ഒന്ന് ട്രിവാൻഡ്രത്ത് പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞങ്ങൾ ഫാമിലി, ഓൾമോസ്റ്റ് ലൈക്ക് ഫാമിലി എന്ന് പറയില്ലേ, അതുപോലെയുള്ള. അപ്പം നിങ്ങളുടെ ഫാമിലി ലൈഫൊക്കെ എങ്ങനെയാണ്? അതായത് ഓൾറെഡി നിങ്ങൾ കല്യാണം കഴിയാത്ത എന്നെ നോക്കിയിട്ട് ഫാമിലി ലൈഫ് എങ്ങനെയാണ് എന്താ ഉദ്ദേശിച്ചത്? ലൈഫല്ല സാർ ഉദ്ദേശിച്ച സാറിന്റെ കുട്ടിക്കാലമൊക്കെ ആയിരുന്നു. സാർ എന്നെ അറപ്പിക്കുന്നു. കുട്ടിക്കാലം പേടിച്ചാണ് ഇരിക്കുന്നത് സാറിന്റെ മുന്നേ. അതെന്തിനാ? ചുമ്മാ ഞാൻ മനുഷ്യനാണ്, മൃഗമൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാലും ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങാനും ഇതുവരെ മീറ്റൂല് പെട്ടിട്ടില്ല. ഞാൻ ഒന്നുമില്ല, ഹേമ കമ്മിറ്റിയിൽ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട. ആ പേടിയല്ല, വഴക്ക് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യം ഇതിലൊന്നും വഴക്ക് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് സാറിന് കുട്ടിക്കാലം ചേട്ടന്മാരായിട്ടുള്ള ഒരു ഇതും അതേപോലെ ഫാമിലിയിൽ എങ്ങനെയായിരുന്നു ഈ ലൈക്ക് മൂവി റിലേറ്റഡ് ആണ് എല്ലാവരും, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് ഇതിനെ നോക്കി കണ്ടിരുന്നത്? നിങ്ങൾ 3 പേര് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ബ്രദേഴ്സ് വേറെ ആരെങ്കിലും? ഒരു ബ്രദർ കൂടെ ഉണ്ട്, വിജയകുമാർ, പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു. ഇപ്പോൾ ഇല്ല, കുറേ ആയിട്ട് അദ്ദേഹം വേറെ ബിസിനസ്സായിട്ട് പാലക്കാട് സെറ്റിൽ. ഞങ്ങൾ വലിയ ഫാമിലിയാണ്, ഞങ്ങൾ 11 പേരാണ്. 7 ആണുങ്ങളും 4 പെണ്ണുങ്ങളും. ഓക്കെ. അപ്പം അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു, കാരണം എന്നും ആൾക്കാരും ബഹളവും. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 11 പേർക്ക് ഏകദേശം 2-2.5 വയസ്സ് വെച്ച് ഡിഫറൻസ് ഇട്ടാൽ തന്നെ മൂത്താളും അവസാനത്തെ ആളും നമ്മൾ ഒരു 25 വയസ്സിൻ്റെ വ്യത്യാസം വരും. ഞാൻ 8ാമനാണ്. അപ്പോൾ മൂത്താളായിട്ട് ഏകദേശം 16-17 വർഷത്തിൻ്റെയെങ്കിലും ഡിഫറൻസ്, 17 അല്ല കൂടുതലുണ്ട്. അപ്പം ഞാനൊക്കെ ഏകദേശം ഒരു എന്താ പറയുക, നമ്മൾക്ക് കറക്റ്റ് ഒരു സെൻസ്, നോർമൽ കോമൺ സെൻസ് വരാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ ബ്രദേഴ്സൊക്കെ ഫീൽഡിലും വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഫാമിലി വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 പേരായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളും അകൽച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷെ ജനറലി ഞാൻ എന്നും പറയുന്നത് ഞാൻ ഈ ഫാമിലി ജനിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്ര ക്ലോസ് ആണ് ഞങ്ങളെല്ലാവരും, ഇപ്പോഴും വളരെ ക്ലോസ്. പിന്നെ ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു ഒരു ഫാമിലി, അച്ഛനായാലും അമ്മയായാലും. അത് എൻ്റെ അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ഗ്രോത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള, ഏത് രീതിയിലും ചിന്തിക്കാനുള്ള ഇതുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊന്നും എന്നെ പ്രഷറൈസ് ചെയ്യാറില്ല വീട്ടിലാരും. 1-2 ആൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ പേഴ്സണൽ ഇഷ്യൂ അല്ലേ, ഞാൻ ഡീൽ ചെയ്തോളാം. അപ്പോൾ അവിടെ ജാതി മതം ഒന്നും പ്രശ്നമില്ല വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര ലക്കിയാണ് ആ കാര്യത്തിൽ, അങ്ങനെ ഒരു ഫാമിലി ജനിച്ചത്. സാർ സ്വന്തമായിട്ട് ക്യാമറ ഇല്ലെന്ന് പറഞ്ഞപ്പം എല്ലാവരും ഞെട്ടിയായിരുന്നു. അതെന്താണ് സാർ അങ്ങനെ? ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒപ്പീനിയൻ ആയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. സാർ ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് സാർ ക്യാമറ വേണ്ട എന്നുള്ള സാറിൻ്റെ ആ ഒരു ഡിസിഷൻ അല്ല, സാറിൻ്റെ ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയാമോ? ഇപ്പോൾ ഡോക്ടർക്ക് സ്റ്റെതസ്കോപ്പില്ലാന്ന് പറയുന്നത് എന്തെങ്കിലും വരുന്ന എനിക്കറിയായിരുന്നു. അല്ല, അതിൻ്റെ അല്ല, എനിക്കെന്തിനാണ് ക്യാമറ? സാർ പറഞ്ഞ മീൻസ് സാർ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? മീൻസ് സാർ പറഞ്ഞായിരുന്നു എനിക്ക് വീടില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അടിസ്ഥാന സൗകര്യം എനിക്കില്ല, അപ്പോഴാണോ ക്യാമറ എന്ന് ചോദിച്ചായിരുന്നു? അല്ല ഞാനത് ചോദിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ക്യാമറ ഇല്ലാത്ത ഒരാൾ, ക്യാമറ ഇതുവരെ വാങ്ങാത്ത ഒരാളെ എങ്ങനെ ക്യാമറമാനായി ചോദിച്ചാൽ അതിന് ഉത്തരം ഞാനാണ്. കാരണം ഞാൻ ആയിപ്പോയി, എങ്ങനെ ആയിപ്പോയി, ക്യാമറമാൻ ആയിപ്പോയി. അപ്പോൾ അത് ഞാൻ ഇപ്പം ഞാൻ വാഹനങ്ങൾ മേടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ? അതേപോലെ തന്നെയാണ്. സാറിന് ഒരിക്കലും അപ്പോൾ ഇതിൻ്റെ ആവശ്യം സാറിന് ഫീൽ ചെയ്തിട്ടില്ല? വീട് വേണം, വണ്ടി വേണം എന്നൊന്നും സാറിന് തോന്നിയിട്ടില്ല? എന്തിനാണ്? ഞാൻ നമ്മുടെ വീട്ടിലുണ്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെ വീടുണ്ട്, അല്ലെങ്കിൽ ഹോട്ടൽ റൂമിൽ. കുറേ കാലം ഷൂട്ടിങ്ങിനായിട്ട് നമ്മൾ ഇപ്പോൾ മിക്കവാറും ഹോട്ടൽസിലായിരുന്നു താമസം. പിന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് വീട് കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇപ്പം എന്തെങ്കിലും ചോദിച്ചാൽ സാറ് തിരിച്ചെടുത്ത് അതെന്താ അങ്ങനെ? അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, എനിക്ക് അതിന് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റിനും എല്ലാവരും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിലൻലെസ്ലി വർക്ക് ചെയ്യുമ്പോഴോ ഒരാൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തിനാ അതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നില്ലേ? അത് തന്നെയാണ് അതിന് ഉത്തരം. ഞാൻ ചിലപ്പോൾ
ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, ചിന്താഗതി ഉള്ള ആളായിരിക്കും. ഞാനീ പറഞ്ഞ എനിക്ക് ടൈം ടേബിളില്ല ജീവിതത്തിൽ. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ എന്നെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ രാത്രി പകലൊന്നും ഡിഫറൻസ് ഇല്ല എനിക്ക് അങ്ങനെ പല ഇതിലും എനിക്ക് വലിയ വ്യത്യാസമില്ല. എനിക്കിപ്പോൾ സ്ത്രീ പുരുഷൻ എന്നുള്ളതിൽ അങ്ങനെയൊന്നും എനിക്ക് ഒരു കോൺസെപ്റ്റിൽ അവരുമായിട്ട് എല്ലാവരുമായിട്ട് ഞാൻ സെയിം ആയിട്ടാണ് പെരുമാറുക. വളരെ കുറച്ച് അടുപ്പം തോന്നിയ സ്ത്രീകളോട് മാത്രമാണ് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാവരോടും സെയിം ആയിട്ട് തോന്നും. വ്യക്തികൾ നമ്മളോട് മാത്രമല്ല മനുഷ്യത്വത്തിനോട് ക്രൂരതയായിട്ട് പെരുമാറുമ്പോഴാണ് നമുക്ക് അയാളോട് ദേഷ്യമോ ശത്രുതത്വമോ ആ ഒരു വ്യക്തിയോട്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ലൈഫ് ഇത്രയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത് ഇപ്പോൾ എനിക്ക് ഇത്ര പ്രായത്തിൽ 10-30 വർഷം 40 വർഷം കടന്നു പോയതൊന്നും ലൈക്ക് ഒന്നര ഞാൻ ഡയറക്ടർ ജയൻ എൻ്റെ നല്ല ഫ്രണ്ടാണ് ജയരാജൻ. ഞങ്ങൾ സംസാരിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയാം 10-25 വർഷമൊക്കെ ഇങ്ങനെ ഫ്ലാഷിൽ പോയ പോലെയായി, നമുക്ക് പെട്ടെന്ന് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ റെലവൻസ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബ്രെയിൻ ഇട്ട് റാക്ക് ചെയ്ത് മെനക്കെടുന്നു. ദിലീപേട്ടനായിട്ട് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ എങ്ങനെയാണ്? ഒരിക്കലും എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണെന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ കാര്യം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ദിലീപ് എൻ്റെ നല്ല ഫ്രണ്ടാണ്. ദിലീപിൻ്റെയും നല്ല ഫ്രണ്ടാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദിലീപ് ആയാലും കാവ്യ ആയാലും എല്ലാവരും. ദിലീപിനൊക്കെ ഞാൻ എനിക്കൊന്ന് ഈ പുഴയും കടന്നു വിട്ടിട്ടാണ് ഇപ്പം പരിചയം. അതേപോലെ തന്നെ മഞ്ജു, അങ്ങനെയുള്ള മധു എൻ്റെ പാർട്ട്ണറാവുന്നു. അപ്പം ആ ഫ്രണ്ട് ഇപ്പോൾ ബിജുമേൻ, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ചാക്കോ, അങ്ങനെ കൂടുതൽ എല്ലാ പേരും ഞാൻ പറയുന്നില്ല, എല്ലാ പലരുമായിട്ട് ഞാൻ മിക്കവാറും ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ. ഒരു റൈറ്ററായിട്ട് ഡിസ്കഷന് പോകുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് എവിടേക്ക് മാറിയിരിക്കാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത് സുഖമായിട്ടിന് ഫ്രണ്ട്സ് ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണം. കാരണം ഒരുവിധമുള്ള സ്ഥലങ്ങളിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. അത് ഞാൻ എൻജോയ് ചെയ്യുന്ന, കാരണം എൻ്റെ ലൈഫിൽ കുറേ ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ ദിലീപ് ഓഫ് കോഴ്സ് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, എനിക്ക് വളരെ അടുത്ത ഫ്രണ്ടാണ്. നമ്മൾ വളരെ വളരെ പേഴ്സണലായിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ നിറയെ സിനിമകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ നമുക്ക് ഒരു ആക്ടറുടെ കൂടെ ഒന്നോ രണ്ടോ പടമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ബോഡി മൂവ്മെൻ്റ് ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ക്യാമറ മൂവ്മെൻറ്റ്സിലൊക്കെ അവരെ അടുത്ത് മിക്കവാറും എങ്ങനെ ചെയ്യാൻ പോകുന്നത്, ഏത് ടൈമിലാണ് എഴുതിക്കുക. അപ്പം നമുക്ക് ഈ ഓപ്പറേഷണലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ അവരുടെ ആംഗിൾസ്, ലൈറ്റിങ് അവരെങ്ങനെ ഇത് ചെയ്യും, അവർക്ക് വേണ്ടുന്ന മാക്സിമം കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ആവശ്യം അവർക്ക് വരാറില്ല. ഇവരൊക്കെ ബ്രില്യൻ ആക്ടേഴ്സ്. അപ്പോൾ ആരൊക്കെ മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപ്, എല്ലാവരും, സുരേഷ് ജി, രാജു, ചാക്കോ, സോറി ഇപ്പം എല്ലാ പേരുകളും പറഞ്ഞു കഴിയുമ്പോഴേക്കും വൈകിട്ടാവുന്നതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. കല്യാണരാമൻ പടം ചെയ്യുമ്പോഴേ ഈ പടം ഭയങ്കര കോമഡി പടമാണല്ലോ. സാർ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ സെയിം ഫൺ തന്നെ ആയിരുന്നു സെറ്റിൽ, കല്യാണരാമൻ്റെ സെറ്റിൽ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ഒരു കഥ, ഇപ്പോൾ ദിലീപ് അടുത്ത കാലത്ത് ഞങ്ങൾ കണ്ടപ്പോൾ ദിലീപ് പറഞ്ഞു നമുക്ക് പഴയ പോലെ ഒരു സിനിമ ചെയ്യേണ്ടി. കാരണം ഞങ്ങളത് എൻജോയ് ചെയ്ത് മാക്സിമം ഫണ്ണാണ് നമ്മുടെ സിനിമയിലത്. അതാണ്. അപ്പോൾ ബിജുവും അങ്ങനെയുള്ള അവരും ഒക്കെ ആകുമ്പോഴും നമുക്ക് മാക്സിമം തമാശയാണ്. മറ്റു സമയത്ത് വർക്കിൽ വളരെ ഇതാണ്, നമ്മൾ കോൺസെൻട്രേറ്റഡ് ആണ്. പക്ഷേ എങ്കിൽ തന്നെയും ആ മൂമെൻറ്റ്സ് ഒക്കെ നമ്മൾ എൻജോയബിൾ ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ കല്യാണരാമൻ പിന്നെ സിനിമ തന്നെ കോമഡിയാണല്ലോ, കോമഡി സിനിമ ആയതുകൊണ്ട് കുറേ ഹ്യൂമർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇംപ്രൊവൈസേഷൻസും ഒക്കെ നമ്മൾ ഇൻവോൾവ് ആവും. ചിലപ്പോൾ ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ ഒരു ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അതിൽ ഇംപ്രൊവൈസ് ചെയ്ത്. അപ്പോൾ അതിൽ വരുന്ന കുറേ തമാശകളും ഫൺ ടൈമായിരുന്നു അത് മൊത്തം. അപ്പോൾ അങ്ങനെ കുറേ സിനിമകളുണ്ട്. പിന്നെ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ അത് ഷൂട്ട് ചെയ്ത് മറ്റേ ഈരാറ്റുപേട്ട, അതിൻ്റെ അടുത്ത് മേലുകാവ് മറ്റൊന്നാണ്. അവിടെ പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു താങ്ക്സ് ആണ് കേട്ടോ, അത്രയും കോപ്പറേറ്റീവ് ആയിട്ടുള്ള കുറേ ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് വെച്ചാൽ കാലത്ത് നേരത്തെ 7 മണിക്ക് തുടങ്ങും. ഒരു 1:30-2 മണി ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും മഴ വരും. അത് ആ സീസൺ അതായിരുന്നു. അപ്പോൾ ഡയറക്ടർ മോഹൻ ചോദിക്കുന്നത് എന്താ ചെയ്യാന്ന്, പാക്കപ്പ് ചെയ്യാം, നമുക്ക് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യും. നല്ല കാലാവസ്ഥ, അത്യാവശ്യം ഞാൻ അന്ന് മദ്യപിക്കുക വെച്ചായിരുന്നു. അപ്പോൾ വൈകിട്ട് സ്മോൾ അടിക്കാനും ഒക്കെ ഭയങ്കര ഹാപ്പി. നല്ല തൊടുപുഴ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം.
കാരണം അത് ആദ്യം ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുന്നത് കുഞ്ഞിക്കൂനൻ എന്നുള്ള സിനിമയിൽ. അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ആക്ച്വലി സാലു ജോർജാണ്, DOP. പക്ഷെ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാതുകൊണ്ട് ബാക്കി കുറേ ഞാൻ ചെയ്തു, പിന്നെ വീണ്ടും അദ്ദേഹം ചെയ്തു. അപ്പോൾ ആ പോർഷൻസ് മുഴുവൻ തൊടുപുഴയിലാണ് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കഥ പറയുമ്പോൾ ലൊക്കേഷൻ തിരഞ്ഞ് ഞങ്ങൾ കുറേ കറങ്ങിയായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ സജസ്റ്റ് ചെയ്തു മോൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്ക് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ തൊടുപുഴയിൽ പോയി. ഇപ്പോൾ ആ കഥ പറയുമ്പോൾ കണ്ടിട്ടുണ്ടോ സിനിമ? അതിൽ ശ്രീനേട്ടൻ്റെ വീടുണ്ട്, മീനയും ശ്രീനേട്ടനും ഒക്കെയുള്ള ആ വീട് ആക്ച്വലി അവരുടെ തൊഴുത്ത് കം ഗോഡൗൺ ആണ്, അടുത്ത വീട്ടുകാരുടെ. അത് കണ്ടപ്പോൾ ഐഡിയലായി തോന്നി. അതിന് നന്നായിട്ട് സെറ്റപ്പൊക്കെ ചെയ്ത് ആ ഡയറക്ടർ നന്നാക്കി ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ സ്ഥലം അത് കഴിഞ്ഞ് സൊലേ ചെയ്യുമ്പോഴും ഞാൻ തൊടുപുഴയാണ് പ്രിഫർ ചെയ്തത്. അങ്ങനെ ഇത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു പ്രോബ്ലി ഒരു 2 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് സൊലേ ചെയ്ത വീട്. അപ്പോൾ ചില സ്ഥലങ്ങളോട് ഇൻഫാച്വേഷൻ നമുക്കുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ തൊടുപുഴയ്ക്ക് ഞാൻ അതിന് ശേഷം പലതവണ പോയിട്ടുണ്ട്. ആ വഴിക്ക് പോകുമ്പോഴൊക്കെ അങ്ങോട്ട് പോകും. ലാൽ സാറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഫോട്ടോയുടെ കാര്യം, അതെന്തായിരുന്നു ആ ഒരു കാര്യം? അത് കല്യാണരാമനിൽ ദിലീപിനും നവ്യയ്ക്കും ഈ ഏജ് ഇതായിട്ടുള്ള ഒരു മേക്കപ്പ് ഉണ്ട്. അവസാനം വിളക്കുകൾ ഒഴുക്കി വിടുന്നുണ്ട്. അപ്പം അതിൻ്റെ മേക്കപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോസറ്റിക്സ് ബോംബെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇതൊക്കെ ചെയ്യുന്നു. അതിനുവേണ്ടി ഊട്ടിയിൽ ഷൂട്ട് ചെയ്തു. കാരണം ഇത് മെൽട്ടാവരുത്, ചൂട് കൂടി കഴിഞ്ഞാൽ. അപ്പം ഊട്ടിയിലാകുമ്പോൾ ക്ലൈമാറ്റിക്കലി കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ പ്രൊഡ്യൂസർ ലാൽ വന്ന് എൻ്റെ അടുത്തൊരു ക്യാമറ എന്നിട്ട് പറഞ്ഞു കുറച്ച് സ്റ്റിൽസ് എടുക്കുക സുഖം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റില്ലെടുക്കാൻ അറിയില്ലെന്നാണ്. ലാലിച്ചാ അറിയില്ലെന്നോ? ഞാൻ പറഞ്ഞു അറിയില്ല, എനിക്കറിയില്ല, ഞാൻ മൂവി മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. ലാലൂടെ തന്നെ ഷാഫി ഡയറക്ടർ മെച്ചുപോയി ഷാഫിയോട് ചോദിച്ചു ഇയാളെ വിശ്വസിച്ച് 59 ദിവസം നമ്മൾ ക്യാമറ കൊടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ അതിന് 2 കാരണമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞതിലൊരു അർദ്ധസത്യമുണ്ട്. കാരണം ഞാൻ എടുക്കാറില്ല, എടുത്ത് ശീലമില്ലാത്ത സാധനങ്ങൾ നമ്മൾ സ്റ്റിൽസ് എടുക്കാറില്ല. സെക്കൻഡ്ലി ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല, ഞാൻ അത് റൈറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നിട്ടൊരു വ്യക്തി അവിടെയുണ്ട്. അപ്പം ഞാൻ സിനിമാറ്റോഗ്രാഫർ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ മേലെ ഞാൻ ഒരു വീറ്റോ ചെയ്ത് നമ്മൾ മേളിൽ കയറി ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് എങ്ങാനും അത് നന്നായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അത് ചീത്തപ്പേരോ, അത് അല്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് എൻ്റെ കാൾ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് ചീത്തപ്പേരോ. അപ്പോൾ ഇത് 2 പേർക്കും അപകടമാണ്. അപ്പോൾ ഒരാളെ അതിനെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുമ്പോൾ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അയാളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സാധനം. അവരവരുടെ ജോലി അവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി സാറ്, ഈ ഒരു സൂപ്പർ സ്റ്റാർസുമായിട്ടുള്ള ഒരു സാറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഇവരെന്നുള്ള ഓൺ ആൻഡ് ഓഫ് ക്യാമറ എങ്ങനെയാണെന്നുള്ള ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ. ഓൺ ക്യാമറ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓഫ് സ്ക്രീൻ നിങ്ങൾ എന്തിനാണ് മനസ്സിലാക്കണം? ഒരു വ്യക്തി അഭിനയിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയാൽ പോരാ. അദ്ദേഹം അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അത് ഞാൻ അതിനോട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്ത് ടാലൻ്റ് ആണെങ്കിലും നമ്മൾ ടാലൻറ്റിനാണ് ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ആ വ്യക്തിക്കുള്ള, അല്ലെങ്കിൽ സോറി ടു സേ, പക്ഷേ ഞാൻ പറയുന്നത് എന്തെങ്കിലും ഫിസിക്കലിയോ മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആളാണ് ഒരു നല്ല ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് അയാൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റോ അപ്രീസിയേഷനോ കൊടുക്കാതിരിക്കുമോ? പിന്നെ എന്തിനാണ് ഇവരെക്കുറിച്ച് ഓഫ് ക്യാമറ എന്തിനാ അറിയേണ്ട കാര്യം? ഞാനത് പറയില്ല. കാരണം ഞാൻ എൻ്റെ ഞാൻ അവരുടെ കൊളീഗ്സോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൊളീഗ്സോ ആണ്. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പരദൂഷണം പറയാൻ ഞാൻ റെഡിയല്ല. ഒരു കാര്യം മനസ്സിലാക്കാം, ഇവരൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അത് ഞാൻ പറയുമല്ലോ, അത് ഓൺ ക്യാമറയാണ്. ഓൺ ക്യാമറ ഇവരൊക്കെ വളരെ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു ആക്ടേഴ്സിനോടും ഒരു പ്രശ്നം വന്നിട്ടില്ല. മലയാളത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇപ്പോൾ ദിലീപിനോടാണ് ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നത്. എനിക്ക് ദിലീപിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ദിലീപിനെ കുറിച്ച് ഞാൻ കണ്ട ഒരു വളരെ നല്ല വ്യക്തി കൂടിയാണ് ദിലീപ്. ഇത്രയും ചാരിറ്റി ചെയ്യുന്ന, ആൾക്കാർക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന, അതിന് പല ഇൻസ്റ്റൻസും ഉണ്ട്. അത് മുഴുവൻ ഇവിടെ പറയുന്നത് ശരിയാണെന്നിരിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, പലരും ഹെൽപ്പ് ചെയ്യാൻ മടിച്ചവിടെ ദിലീപ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രം സർവൈവ് ചെയ്ത ആൾക്കാരുണ്ട്. അതെനിക്ക് പേഴ്സണലി അറിയാം.
ഓക്കെ, അപ്പം സർക്കാർ പ്രകാരം ഇനി ഒരു റൂള് വരാൻ പോകുന്നുണ്ട്, സിനിമാ സെറ്റിൽ ഇനി 2 ഉദ്യോഗസ്ഥരുണ്ടാകും എന്നുള്ളൊരു റൂളാണ്. അതേപോലെ തന്നെ സിനിമാ സെറ്റിലുള്ള ഈ ഒരു പ്രശ്നങ്ങളെ പറ്റിയിട്ട് സാർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരു നിയമം വരാൻ പോകുന്നതിനെ പറ്റിയിട്ടും കൂടെയുള്ള സാറിൻ്റെ അഭിപ്രായം. ഇതിൻ്റെ അത്രയും നെസസിറ്റി ഉണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് അത്രയും വ്യക്തമായൊരു ധാരണയില്ല. പക്ഷേ കാരണം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഇതിലൊക്കെ സെറ്റപ്സിലൊന്നും അങ്ങനെ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് അറിയില്ല. ഞാനത് അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ടുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ അറിയാത്ത പല സംഭവങ്ങളും നടന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല. മന്ത്രി അങ്ങനെ പറയുമ്പോൾ അതിനെ വെൽക്കം ചെയ്യുന്നു. കാരണം അങ്ങനെ ഒരു സാധനം ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ, എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെറ്റിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നല്ല കാര്യം. പക്ഷേ അഗെയിൻ നമ്മൾ വളരെ ഈസി ആയിട്ട് ആ 2 പേരെ ഡെപ്യൂട്ട് ചെയ്യുമ്പോൾ ആ 2 പേര് ആരാണെന്നുള്ളതും അവരുടെ പവേഴ്സ് എന്താണെന്നുള്ളതും അവർക്ക് ആരെ എന്തൊക്കെ അക്യൂസ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും എന്തൊക്കെയാണ് ഫോൾട്ടി ആയിട്ട് അവർ കാണേണ്ടതെന്നുള്ളതും ഒരു ധാരണ ഉണ്ടാവും. കാരണം ഓൾമോസ്റ്റ് ഒരു റെഫറിയോ അമ്പയറിൻ്റെയോ അവസ്ഥയാണ് അവർക്ക്. ആരെങ്കിലും ഫൗൾ കളിക്കുകയാണെന്ന് അറിഞ്ഞാൽ വിസിൽ ബ്ലോ ചെയ്യണമെങ്കിൽ അവർക്ക് അതെന്താണ് ഫൗൾ എന്നുള്ളതിൻ്റെ ഒരു ഇത് വേണം. പിന്നെ നമുക്ക് അതിൻ്റെ ആക്ഷൻ എടുക്കുന്നത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പിക്ചർ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് ഇത് മന്ത്രി കാണുമെന്നറിയില്ല. കാണുകയാണെങ്കിൽ അദ്ദേഹത്തോടുള്ള ഒരു റിക്വസ്റ്റ്, ക്ലിയർ പിക്ചർ ആയിരിക്കണം ഇവർക്കുള്ള പവേഴ്സ്, ഇവരിൽ വെസ്റ്റഡ് ആയിട്ടുള്ള പവേഴ്സ് എന്താണെന്നുള്ളത്, ഇവരെന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കൺട്രോൾ ചെയ്യണം, എവിടെയൊക്കെ ഇൻവോൾവ് ചെയ്യണം, ഇൻറ്ററപ്റ്റ് ചെയ്യണം. കാരണം പിന്നെ ഹ്യൂമൻ ഫാക്ടർ എന്ന് വെച്ചാൽ സിനിമ എന്ന് വെച്ചാൽ വേറൊരു മേഖലയാണ്. കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസും നമുക്ക് പല മൂഡ്സിലൂടെ കടന്നു പോകുന്ന സാധനം. ഇപ്പോൾ ഒരു ആക്ടർ തന്നെ ഒരു വളരെ ഇതായിട്ടുള്ള അങ്ങനത്തെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സീൻ അഭിനയിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു സെക്കൻഡിൽ ചിലപ്പോൾ തിരിച്ചു വരാൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് പറ്റും. ചിലർക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും, കുറച്ച് നേരം കൂടെ അത് ഇറ്റ് ലിംഗേഴ്സ് ഓൺ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് റിയാക്ഷനും അത് ശരിയാണോയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് നമുക്ക് ക്ഷമിക്കാവുന്നതാണെങ്കിൽ അത് ക്ഷമിക്കപ്പെടാൻ തന്നെ വേണം. അവിടെ പക്ഷേ ഈ റൂളിൻ്റെ പേര് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത്, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ ഒരു ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കണം. നമ്മൾ ലൈനിൻ്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ജോലിയാണെങ്കിൽ അതിനെ വെൽക്കം ചെയ്യാം, നമുക്ക് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിലും വെൽക്കം ചെയ്യാതിരിക്കുന്നില്ല, കാരണം മന്ത്രി പറഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ അസോസിയേഷൻസും അതിനെ സപ്പോർട്ടിങ് ആണെങ്കിൽ പിന്നെ അതിനെ വെൽക്കം ചെയ്യണം. പേഴ്സണലി എനിക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഞാൻ ആൾക്കാർ മീൻസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിനോട് ചിലപ്പോൾ ചൂടാവാറുണ്ട്. അത് വർക്കിൽ ചെയ്യുന്ന തെറ്റുകളെയാണ് നമ്മൾ ചൂടാവും. അപ്പോൾ അതിനി പറ്റില്ല എന്ന് ചോദിച്ചാൽ അത് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ മാറ്റാം, അത് കുഴപ്പമൊന്നുമില്ല. ഒരു ടിക്ടോക്ക് സ്റ്റാർ എന്തോ സാറിനെ മീറ്റ് ചെയ്തിട്ട് എന്തോ പറഞ്ഞല്ലേ കൊറോണ സമയത്ത്? അത് പുള്ളിക്കാരനോട് ചോദിച്ചു, സാർ ഒരു കാര്യം ചോദിച്ചാൽ പറയുന്നത്. ഓക്കെ, എന്താ വെച്ചാൽ സാർ കല്യാണം കഴിച്ചിട്ടില്ല, സ്വന്തമായിട്ട് വാഹനമില്ല, സ്വന്തമായിട്ട് വീടില്ല, ഇതൊക്കെ സത്യമാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ അതേ എന്നെ കൈ തന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ സാർ പൊതുവെ കേൾക്കാറുണ്ടോ സാറിൻ്റെ ലൈഫിൽ? സാർ ഞാൻ കേൾക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കേൾക്കാത്ത എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു കുറ്റമാണോ സാർ കല്യാണം കഴിക്കാത്തത്? എനിക്കറിയില്ല, നിങ്ങൾ പറയണം. എനിക്ക് കുറ്റമായി തോന്നിയാൽ ഞാൻ ഒരു കുറ്റവാളിയെ പോലെ ജീവിക്കില്ലേ, അത് ജീവിക്കില്ല, ഞാൻ ചെയ്യുന്നില്ല. കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് എനിക്ക് എൻ്റെ പ്രത്യേക ചിന്താഗതി. ഞാൻ കുറച്ച് ഒരു സെക്കൻഡ് ഇടയ്ക്ക് ഒരു ടീമുണ്ട്, ഞങ്ങൾ കുറച്ച് പേര്, വിവേകാനന്ദൻ, ഞാൻ, വാജ്പേയി, അങ്ങനെ കുറച്ച് പേര്, ഞങ്ങളൊക്കെ ഈ ക്ലബ് മെമ്പേഴ്സാണ്. വിവേകാനന്ദനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. അതെ, ഓക്കെ, നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനത്തെ? ഓക്കെ, കുറേ പേരുണ്ട്, ഇൻക്ലൂഡഡ് കുറേ പേരുണ്ട് കല്യാണിക്കകത്ത്. ഓക്കെ, ഇപ്പോൾ 2020 പോലൊരു പടം
സാറ് ചെയ്തു, ഇത്രയും ഒരു കാസ്റ്റിനെ വെച്ചിട്ട് ചെയ്യുക, അത് സക്സസ്ഫുൾ ഒരു മൂവി എന്നുള്ള ലെവലിലേക്കൊക്കെ മാറുക, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ഇത്രയും ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക, ഇത്രയും ആക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് സത്യം. അതിൻ്റെ ഒരു ഭംഗിയും നമുക്ക് ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയാണ്. പക്ഷേ അതിൽ ഞാൻ ക്യാപ്ചർ ചെയ്ത ഫേസസിലെ ഒരാളും ഞാൻ ഇതിന് മുമ്പ് ഷൂട്ട് ചെയ്യാത്ത ഇതില്ല. എല്ലാവരെയും ഞാൻ പരിചയമുള്ളതാണ്. ഓൾറെഡി വർക്ക് ചെയ്ത് പല സിനിമകളിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ തന്നെ അഭിനയിച്ച്. ഞാൻ പിന്നെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അമ്മ അസോസിയേഷൻ മെമ്പറാണ്. അപ്പോൾ മീറ്റിങ്ങിലൊക്കെ കണ്ട് അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും സർക്കിളിലൊക്കെ കണ്ടുമുട്ടുന്ന ആൾക്കാർ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഒരു കൗതുകം എന്ന് വെച്ചാൽ ഇത്രയും ആക്ടേഴ്സ് ഒരു ഫ്രെയിമിൽ വരുമ്പോൾ ഉണ്ടാവുന്ന, പിന്നെ ഇവരുടെ ഏറ്റക്കുറച്ചിലുകൾ, ഈ ക്യാരക്ടേഴ്സിൻ്റെയും സ്റ്റാർഡത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകളുണ്ട്. അത് നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളത് അത് ഡയറക്ടർ ജോഷി അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പോയി അത്രയേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ പലപ്പോഴും പുറമേ നിന്ന് കാണുന്ന ആൾക്കാരുടെ എന്താ പറയുക, അല്ല അവർക്ക് തോന്നുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. നമുക്കിത് വളരെ ഈസി ആയിട്ടാണ്. കാരണം നമ്മൾ റെഗുലർ ചെയ്യുന്ന, എനിക്ക് ആ ഫ്രെയിമിലുള്ള ലൈറ്റിങ്ങും ആംഗിളും ഫേസും ഫോക്കസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കാൻ്റെ ഇടയ്ക്ക്, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മമ്മൂക്കയാണോ, ലാലേട്ടനാണോ, സുരേഷ് ജിയാണോ, ജയറാമാണോ, അങ്ങനെ ആരാണെങ്കിലും, ദിലീപുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, ഇവരൊക്കെ വരുമ്പം അത് നമുക്ക് യൂസ്ഡാണ് ഇവരൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു കൗതുകമില്ല. പക്ഷേ എല്ലാവരും കൂടെ ഒരു ഫ്രെയിമിൽ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അതാണ് അതിൻ്റെ. ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു. എനിക്കാണ് കൂടുതലും ചോദ്യം കിട്ടിയെന്ന് തോന്നുന്നു. ഇന്റർവ്യൂവിൽ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഫൺ സാർ. ലൈക്ക് സാറിനെ പോലെ ഒരു ലെജൻഡിനെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത്, പറയും സാർ, ഉറപ്പായിട്ടും സാർ ഒരു ലെജൻഡ് തന്നെയാണ്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മൾ പിന്നെ അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതിന് എനിക്ക് ചോദ്യം മറുപടി ഞാൻ പറഞ്ഞു നിർത്താം സാർ. സാറിന് ഒന്നും പറയണം. അങ്ങനെയല്ല, വിത്ത് റെസ്പെക്ട്ഫുള്ളി സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് ഞാൻ പറഞ്ഞ പോലെ എന്നെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. കുറേ കാര്യങ്ങൾ സാർ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ വളരെയധികം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് ഒത്തിരി സന്തോഷം സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത്. താങ്ക് യു. താങ്ക് യു.